അതെന്താണെന്നറിയില്ല. ഞാൻ എപ്പോൾ എനിക്ക് ചെടി വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് അപ്പം അക്വേറിയത്തിലിടാൻ ഫിഷ് വാങ്ങിക്കണം. അപ്പോൾ നമുക്കിത് രണ്ടും വാങ്ങിച്ചിട്ട് വരാം. എൻ്റെ ഹസ്ബൻഡ് അറിയപ്പെടുന്ന ഒരു ഫിഷ് പ്രാന്തനും ഞാൻ അറിയപ്പെടുന്ന ഒരു ചെടിപ്രാന്തിയുമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം നിങ്ങളല്ലേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞതെന്ന്. ഞങ്ങൾക്കത് സത്യത്തിലൊരു പ്രശ്നമേ ഇല്ല. ഉള്ള റെസ്പോൺസിബിലിറ്റീസിൻ്റെ കൂടെ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റീസ് കൂട്ടിയിട്ടിട്ട് അയ്യോ തീരെ സമയമില്ല എന്ന് പറയാം. അതാണ് ഞങ്ങളുടെ ഒരു ഫൺ. അജ്മാൻ ഭാഗത്തേക്ക് സാധാരണ വീക്ക് ഡേയ്സിലൊന്നും കടക്കാൻ പറ്റില്ല. അപ്പോൾ സൺഡേ ആണ് ഞങ്ങൾ ഈ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. ദുബായിലും ഷാർജയിലുമായിട്ട് അറിയപ്പെടുന്ന എല്ലാ അക്വേറിയത്തിലും പോയിട്ട് എൻ്റെ ഹസ്ബൻഡും ഈ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട്. അവസാനം ഇവിടെ നിന്നാണ് പുള്ളിക്ക് എപ്പോഴും സംതൃപ്തി കിട്ടാറുള്ളത്. അടുത്തത് ചെടി വാങ്ങിക്കാനായിട്ട് നമുക്ക് അൽഖവനീജിലുള്ള വാഹത്ത് അൽ സഹ്റയിൽ പോകണം. ഞങ്ങൾ ആക്ച്വലി വേഴ്സാനിലും അവിടെ തന്നെയുള്ള ഗവൺമെൻറ് നഴ്സറിയിലും പിന്നെ ഷാർജയിലും കുറേ സ്ഥലങ്ങളുണ്ട് ഇതുപോലെ ചെടികൾ വാങ്ങിക്കാനായി. എല്ലായിടത്തും പോയി കറങ്ങി തിരിഞ്ഞ് നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ സ്ഥലത്ത് പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ബാക്കിയുള്ള നഴ്സറീസിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രൈസിന് ചെറിയ ഡിഫറൻസ് ഉണ്ട് ഒബ്വിയസ്ലി. പക്ഷേ എനിക്കിവിടെ വരുന്നതാണ് ഇഷ്ടം. ഇവിടെ കുറേ ചെടികളുടെ ഇടയിൽ നടക്കാൻ ഒരു മാർക്കറ്റ് ഫീലില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് വാസാനിലും ബാക്കിയുള്ള നഴ്സറീസിലൊക്കെ പോകുമ്പോൾ ഇതൊരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന പോലെ തോന്നും. ഇവിടെ ഭയങ്കര പ്ലസൻ്റാണ്. നല്ല കാറ്റും കുറേ കിളികളും. ഇവിടുന്ന് ചെടി വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടും. ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും കുറേ അധികം ഉണ്ട് ഇവിടെ. കുട്ടികൾക്കാണെങ്കിലും എന്തോ ഒരു ഭീകര പാർക്കിൽ വന്ന ഒരു എഫക്റ്റാണ്. കുറേ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരാറ്.